ചാപ്റ്റർ 4 കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. നമ്മൾ ഈ പാഠത്തിൽ കാർബണിനെ കുറിച്ചും അതിൻ്റെ കോമ്പൗണ്ടിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി കെയിം ടു നോ മെനി കോമ്പൗണ്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് ടു അസ്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ബി സ്റ്റഡിങ് അബൌട്ട് സം മോർ ഇൻട്രസ്റ്റിംഗ് കോമ്പൗണ്ട്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. ഈ പാഠത്തിൽ നമ്മൾ പുതിയതായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോമ്പൗണ്ട്സും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റും പഠിക്കാനാണ് പോകുന്നത്. ഓൾസോ വി ഷാൽ ബി ലേണിംഗ് അബൌട്ട് കാർബൺ ആൻ എലമെൻറ്റ് വിച്ച് ഈസ് ഓഫ് ഇമ്മൻസ് സിഗ്നിഫിക്കൻസ് ടു അസ് ഇൻ ബോത്ത് ഇറ്റ്സ് എലമെൻ്റൽ ഫോം ആൻഡ് ഇൻ ദ കമ്പൈൻഡ് ഫോം. അതായത് നമ്മുടെ ലൈഫിൽ കാർബണിൻ്റെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ കോമ്പൗണ്ടിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 4.1 പറയണത് ഇങ്ങനെയാണ്. നമ്മളോട് രാവിലെ മേക്ക് എ ലിസ്റ്റ് ഓഫ് 10 തിങ്സ് യു ഹാവ് യൂസ്ഡ് ഓർ കൺസ്യൂംഡ് സിൻസ് ഇൻ ദ മോർണിംഗ്. രാവിലെ തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് തിങ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു 10 തിങ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കണം. എന്നിട്ട് ഈ ബോക്സിൽ നമ്മളോട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തിങ്സ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഉണ്ടാവാം. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളുണ്ടാവും, അത് മെറ്റലിൻ്റെ പ്ലേറ്റുകളുണ്ടാവാം. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. ഇനി തിങ്സ് മെയ്ഡ് ഓഫ് ഗ്ലാസ് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ചായ കുടിക്കുന്ന കപ്പ് ഗ്ലാസിൻ്റെ ആണെങ്കിൽ നമുക്കത് ഇതിൽ പെടുത്താം, സെക്കൻഡ് കോളത്തിൽ പെടാം. അല്ലാത്തതൊക്കെ ഇപ്പം പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതേഴ്സിലും പെടുത്താം. അപ്പോൾ എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്, ഈ തിങ്സിൽ നമ്മൾ പിന്നീട് റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മോസ്റ്റ് ഓഫ് ദം ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ആയിരിക്കും. പഞ്ചസാര തന്നെ എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താ, C6H12O6. അവിടെയും കാർബൺ ഉണ്ട്. അപ്പോൾ കാർബണുള്ള ഒരാളെ നമുക്ക് കിട്ടി. ഇതുപോലെ നമ്മൾ പെൻസിൽ എഴുതുകയാണെങ്കിൽ പെൻസിലിൻ്റെ ലെഡ് ഉണ്ടല്ലോ, ആ മൊനയുണ്ടല്ലോ, അത് ഗ്രാഫൈറ്റാണ്. അത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. അപ്പോൾ അവിടെയും കാർബൺ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇഷ്ടംപോലെ കാർബൺ കോമ്പൗണ്ട്സ് കാണും. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നമുക്ക് കുറേ കാർബൺ കോമ്പൗണ്ട്സ് കിട്ടും കേട്ടോ. ഫുഡ്, ക്ലോത്ത്, മെഡിസിൻസ്, ബുക്ക് ഓർ മെനി ഓഫ് ദ തിങ്സ് ദാറ്റ് യു ആർ ലിസ്റ്റഡ് ആർ ഓൾ ബേസ്ഡ് ഓൺ ദ വേഴ്സറ്റൈൽ എലമെൻറ്റ് കാർബൺ. അതായത് കാർബണിൻ്റെ എലമെൻറ്റ് വെച്ച് നമ്മൾ ഇഷ്ടംപോലെ ഇവിടെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇൻ അഡീഷൻ ഓൾ ലിവിങ് സ്ട്രക്ചർ ആർ കാർബൺ ബേസ്ഡ്. ഇനി അത് മാത്രമല്ല, വസ്തുക്കൾ മാത്രമല്ല, അല്ലാണ്ട് ഏതൊരു ലിവിങ് ബീങ് എടുത്താലും അതിലൊക്കെ കാർബൺ ഉണ്ടാവും കേട്ടോ. Amount of carbon present in the earth crust and in the atmosphere are quite meager. The earth crust has only 0.02% of carbon in the form of minerals. നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ ആകെ 0.02% കാർബണേ ഉള്ളൂ. അതും എന്തൊക്കെ ഫോമിലിരിക്കണത്, കാർബണേറ്റ്, ഹൈഡ്രജൻ കാർബണേറ്റ്, കോള്, പെട്രോളിയം, ഇതൊക്കെ ഈ ഫോമിലൊക്കെയാണ് കാർബൺ നമ്മുടെ എർത്ത് ക്രസ്റ്റിലുള്ളത്. ഇനി അറ്റ്മോസ്ഫിയറിലാണെങ്കിലോ 0.03% കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ അവൈലബിൾ ഇൻ ദ നേച്ചർ. ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ മാത്രം അളവിലല്ല, നമുക്ക് അല്ലാത്ത രീതിയിലും കാർബൺ ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ ഫോമിലിരിക്കുന്നത് ഏതിലാണ്, കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോമിലാണ് കൂടുതൽ കാർബൺ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണുന്നത് കേട്ടോ. ദി ഇമ്പോർട്ടൻസ് ഓഫ് കാർബൺ സീംസ് ടു ബി ഇമ്മൻസ്. In this chapter, we will be looking at the properties of carbon which led to this anomy. അതായത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കാർബണിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ കാർബണിൻ്റെ പെക്യുലാരിറ്റീസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ കോമ്പൗണ്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പുതിയതായിട്ടുള്ള കുറേ അറിവുകൾ ഇവിടെ നിന്ന് കിട്ടാനുണ്ട് കേട്ടോ. 4.1 Bonding in carbon, the covalent bond. In the previous chapter, we have studied the properties of ionic compounds. We saw that ionic compounds have high melting point and boiling point and conduct electricity in solution or in the molten state. അപ്പോൾ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ അയണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസും അവരെക്കുറിച്ച് കുറേ പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞേക്കണത്. അയണിക് കോമ്പൗണ്ട്സിൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്, അവർ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും, ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. വി ഓൾസോ സോ ഹൗ ദി നേച്ചർ ഓഫ് ബോണ്ടിങ് ഇൻ അയണിക് കോമ്പൗണ്ട്സ് എക്സ്പ്ലെയിൻ ദിസ് പ്രോബ്ലം. നമ്മൾ അവിടെ കണ്ടിരുന്നു. അത് മാത്രമല്ല അവരുടെ നേച്ചറുകൾ, അതായത് നേച്ചർ ഓഫ് ബോണ്ട് അയണിക് കോമ്പൗണ്ട്സിൽ അവരുടെ ബോണ്ടിങ്ങിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കണ്ടിരുന്നു കേട്ടോ. ലെറ്റ് us now study the properties of some carbon compounds. ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്.
Melting and boiling point of some carbon compounds are given in the table 4.1. നമുക്ക് 4.1 ഈ ടേബിളിൽ കുറേ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും തന്നിട്ടുണ്ട്. നോക്കിയേ, കാർബൺ കോമ്പൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവരിലൊക്കെ കാർബൺ ഉണ്ടാവും. CH3COOH അസറ്റിക് ആസിഡ്, അവിടെ കാർബൺ ഉണ്ട്. ക്ലോറോഫോം CHCl3, അവിടെയും കാർബൺ ഉണ്ട്. എത്തനോൾ CH3CH2OH, അതുപോലെ മീഥെയിൻ CH4. ഇവരെല്ലാവരുടെയും പേരിൽ സി ഉണ്ട്, അതായത് കാർബൺ ഉണ്ട്. സോ ദേ ആർ കാർബൺ കോമ്പൗണ്ട്സ്. അവരുടെയൊക്കെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും നമുക്ക് രണ്ടും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതായത് അസറ്റിക് ആസിഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ് 290, അതേപോലെ തന്നെ ബോയിലിംഗ് പോയിൻ്റാണ് 391. അങ്ങനെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ കാർബൺ കോമ്പൗണ്ട്സ് ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആസ് വി ഹാവ് സീൻ ഇൻ ദ ചാപ്റ്റർ 2. ചാപ്റ്റർ 2 നമ്മൾ കണ്ടിരുന്നു മോസ്റ്റ് ഓഫ് ദി കാർബൺ കോമ്പൗണ്ട്സ് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്നുള്ള കാര്യം. അതായത് ഇലക്ട്രിസിറ്റിനെ അവർ കാര്യമായിട്ട് കടത്തി വിടില്ല. ഫ്രം ദ ഡാറ്റ ഓൺ ദ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി എബവ് കോമ്പൗണ്ട്സ് വി ഹാവ് കൺക്ലൂഡ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ് ആർ നോട്ട് വെരി സ്ട്രോങ്. അതായത് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. Since these compounds are largely non-conductors of electricity, അവരൊക്കെ എന്താണ്, ലാർജ്ലി അവർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിസിറ്റി കടത്തി വിടില്ല. We can conclude that the bonding in these compounds does not give rise to any ions. അവിടെ എന്ത് ഉണ്ടാവുന്നില്ല, അയോൺസിനെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അവരുടെ ബോണ്ടിങ് വഴി പ്രത്യേകിച്ച് അയോൺസിനെ ഒന്നും അവർ ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ in the class 9 we learned about the combining capacity of various elements and how it depends on the number of valence electron. Let us now look at the electronic configuration of carbon. The atomic number of carbon is 6. അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. What would be the distribution of electrons in the various shells of carbon? How many valence electrons will be carbon have? അപ്പോൾ നമ്മൾ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പം നമുക്കൊരു കാര്യം അറിയായിരുന്നു, അതിൻ്റെ കെ ഷെല്ലും എൽ ഷെല്ലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഇലക്ട്രോൺസിൻ്റെ, അതിൽ 6 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരാം? കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 4 എണ്ണം വരും. ഇതാണ് കാർബണിൽ ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് കിടക്കുന്നത്. അപ്പം 4 വാലൻസ് ഇലക്ട്രോൺ. ഇനി ഈ 4 കാർബൺ കൊടുക്കുകയാണോ ചെയ്യുക, വാങ്ങിക്കുകയാണോ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. വി നോ ദാറ്റ് ദ റിയാക്ടിവിറ്റി ഓഫ് എലമെൻറ്റ്സ് ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് ദെയർ ടെൻഡൻസി ടു അറ്റെയിൻ എ കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ ഷെൽ, ദാറ്റ് ഈസ് അറ്റെയിൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതായത് നമ്മൾ റിയാക്ടിവിറ്റി ഒരു എലമെൻറ്റിൻ്റെ റിയാക്ടിവിറ്റി പറയണത് എങ്ങനെയാണ്, അത് അറ്റെയിൻ, അതായത് റിയാക്ഷൻ നടന്നിട്ട് അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോഴാണ് നമ്മൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയാം. അങ്ങനെ അറ്റെയിൻ ചെയ്ത് അവർ നോബിൾ ഗ്യാസുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവാൻ നോക്കും. അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെയൊക്കെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് forming ionic compounds achieve this by either gaining or losing electrons from the outermost shell. അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്കറിയാം അവരെങ്ങനെ റിയാക്ഷനിൽ നടക്കുന്നത്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണത് ഒന്നിലേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ വാങ്ങുകയായിരിക്കും ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ക്ലോറിൻ എടുക്കണം കേട്ടോ. ക്ലോറിൻ എടുത്തപ്പോൾ എന്താ, ആറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിട്ട് 2, 8, 7 ആണ്. അപ്പോൾ ആൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആളെന്ത് ചെയ്യും, ഒരെണ്ണത്തിന് വാങ്ങിക്കും. എന്നാലാണല്ലോ ഈ 7 എന്നുള്ളത് 8 മാറുക. അപ്പോൾ അങ്ങനെയാണ് ക്ലോറിനെ സംബന്ധിച്ചുള്ള പരിപാടി. ഇനി അതേസമയം സോഡിയം എടുക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. സോഡിയം വന്നിട്ട് ഈ ഇലക്ട്രോണിന്, ഈ ഒരു ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, അതിന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ലോ, അയണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എയ്തർ ബൈ ഗിവിങ്, ഒന്നില്ലെങ്കിൽ അവർ കൊടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഗെയിനിങ്, അല്ലെങ്കിൽ വാങ്ങിക്കുകയായിരിക്കും ചെയ്യുക ഇലക്ട്രോൺസിന്. അപ്പോൾ നമ്മൾ കൊടുക്കുക വാങ്ങണ ഒരാളുടെ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. കാർബൺ ഇനി എന്ത് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ഇൻ ദി കേസ് ഓഫ് കാർബൺ ഇറ്റ് ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. കാർബണെ സംബന്ധിച്ച് അതിന് 4 ഇലക്ട്രോണാണ് ഉള്ളത്. ആൻഡ് നീഡ് ടു ഗെയിൻ
ഓർ ലോസ് 4 ഇലക്ട്രോൺ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നിലെ കാർബൺ ഈ 4 എണ്ണത്തിന് കൊടുക്കും, അല്ലെങ്കിൽ കാർബൺ 4 എണ്ണത്തിനെയും കൂടി വാങ്ങിക്കും. എന്നാലാണല്ലോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം ആവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാനായിട്ട്. ഇനി ആൾ കൊടുക്കുകയാണോ വാങ്ങുകയാണോ ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാൻ പോകണം കേട്ടോ. ഇറ്റ് കുഡ് ഗെയിൻ 4 ഇലക്ട്രോൺ ഫോമിങ് C4- അയോൺസ്. അഥവാ കാർബൺ 4 എണ്ണം വാങ്ങിക്കുകയെന്ന് വിചാരിക്കുക. 4 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ C4- ആവും, കാരണം 4 എണ്ണം വാങ്ങിക്കുകയാണല്ലോ ചെയ്തത്. ബട്ട് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ദ ന്യൂക്ലിയസ് വിത്ത് 6 പ്രോട്ടോൺ ഈസ് ടു ഹോൾഡ് ഓൺ 10 ഇലക്ട്രോൺ. അതായത് ഈ കാർബൺ 4 എണ്ണം കൂടി വാങ്ങിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ 2, 4 എന്നുള്ളത് 2, 8 ആവും. അങ്ങനെ 10 ഇലക്ട്രോണായി മാറുന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 10 എണ്ണം ആവും കേട്ടോ. പ്രോട്ടോൺ അപ്പോഴും എത്ര എണ്ണം തന്നെ ഉള്ളൂ? പ്രോട്ടോൺ അപ്പോഴും 6 എണ്ണം തന്നെ ഉണ്ടാവുള്ളൂ. ഓൾറെഡി ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോട്ടോൺ അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ 6 പ്രോട്ടോണ് 10 ഇലക്ട്രോണ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഓർബിറ്റിൽ ഇലക്ട്രോൺ ബോണ്ട് ചെയ്യാൻ കാരണം ഈ പോസിറ്റീവ് ചാർജ് അവിടെ ഉള്ളത് കൊണ്ടാണ്, അട്രാക്ഷൻ കാരണം കൊണ്ട്. അപ്പോൾ പ്രോട്ടോൺ ആകെ 6 എണ്ണേ ഉള്ളൂ, ഇലക്ട്രോണിൻ്റെ എണ്ണം 10 ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എന്തുണ്ടാവുന്നു? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദ ന്യൂക്ലിയസ് വിത്ത് 6 പ്രോട്ടോൺ ടു ഹോൾഡ് ഓൺ 10 ഇലക്ട്രോൺ. ഈ 10 ഇലക്ട്രോൺ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നു, കാരണം 4 എക്സ്ട്രാ ഇലക്ട്രോൺ വരികയാണല്ലോ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? കാർബണിനെ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു നമ്മൾ. ഇനി കൊടുക്കൂ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് കുഡ് ലോസ് 4 ഇലക്ട്രോൺസ് ഫോമിങ് C4+. ഇനി കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? C4+ ആയി മാറുക ചെയ്യാം. ആ 4 എണ്ണം കൊടുക്കും, ബാക്കി 2 എണ്ണം ഉള്ളോട്ടെ ഇലക്ട്രോൺ. അപ്പോൾ കാർബണിൽ ഈ 4 എണ്ണം കൊടുക്കുകയാണെങ്കിൽ കാർബണിൽ ബാക്കി 2 എണ്ണേ ഉള്ളൂ. ബട്ട് ഇറ്റ് വുഡ് റിക്വയർ എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് 4 electrons, leaving behind a carbon cation with 6 proton in its nucleus holding on to just 2 electrons. അതായത് ഈ കാർബണിൽ 2, 4 എന്നല്ല നിൽക്കണ്ടായിരുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 6 എണ്ണം ഈക്വൽ നമ്പറായി കണ്ട് ഹോൾഡ് ചെയ്ത് വെക്കണേ. ഈ 4 എണ്ണം അപ്പോൾ ഈ അട്രാക്ഷനിൽ നിന്ന് ഓൾറെഡി കാർബണിൻ്റെ സൈസ് കുറവാണ്, കാരണം ആകെ കേശലും മെൽശലും മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഈ 4 എണ്ണത്തിനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. കാരണം 6 പോസിറ്റീവ് ചാർജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 എണ്ണം എടുത്ത് കളയണം. അപ്പോൾ ഈ 4 എണ്ണം കൊടുക്കണമെങ്കിൽ അത് ഇത്തിരി കുറേ എനർജി ആവശ്യമാണ്, ഈ 4 എണ്ണത്തിനെ നമുക്ക് പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതും നമുക്ക് പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? കാർബണിന് ഇപ്പോൾ കൊടുക്കാനും പറ്റില്ല എന്ന അവസ്ഥയായി, വാങ്ങിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഇതാണ് കാർബൺ. അപ്പോൾ ദെൻ കാർബൺ എന്ത് ചെയ്യും? കാർബൺ ഓവർകം ദിസ് പ്രോബ്ലം ബൈ ഷെയറിങ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ വിത്ത് അതർ ആറ്റം ഓഫ് കാർബൺ. കാർബൺ അപ്പോൾ എന്താ ചെയ്യാൻ പോണത്? കൊടുക്കുകയും ചെയ്യുന്നില്ല, വാങ്ങുകയും ചെയ്യില്ല. ആൾ ചെയ്യാൻ പോണത് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ വിത്ത് ആറ്റംസ് ഓർ ദി അതർ എലമെൻറ്റ്സ്. അതായത് കാർബൺ വേറെ കാർബണായിട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എലമെൻറ്റുമായിട്ടൊക്കെ ഷെയർ ചെയ്യുകയാണ് ചെയ്യാറ്. നോട്ട് ജസ്റ്റ് കാർബൺ ബട്ട് മെനി അതർ എലമെൻറ്റ്സ് ഫോം മോളിക്യൂൾസ് ബൈ ഷെയറിങ് ഇലക്ട്രോൺസ് ഇൻ ദിസ് മാനർ. കാർബൺ മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ വേറെ എലമെൻറ്റ്സും ഇതുപോലെ ഷെയർ ചെയ്തിട്ട് ഉണ്ടാകുന്നുണ്ട്, ഷെയർ ചെയ്തിട്ട് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ദ ഷെയർഡ് ഇലക്ട്രോൺ ബിലോങ് ടു ദ ഔട്ടർ ഷെൽ ഓഫ് ദ ബോത്ത് ആറ്റം. അപ്പോൾ ഷെയറിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 എണ്ണമാണ് 2 പേരുടെ കയ്യിലുള്ളത്. ഇവിടെ 6 എണ്ണമുണ്ട്, ഇവിടെ 6 എണ്ണുന്നുണ്ട്. ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഈ റൈറ്റ് സൈഡിലുള്ള ഈ 2 ആൾക്കാരാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എണ്ണം വന്നപ്പോൾ എന്താ ഫുള്ളായിട്ട് എണ്ണിയെടുക്കാം. ഇവിടെ 2, 3, 4, 5, 6, 7, 8 കണ്ട. അപ്പം റൈറ്റ് സൈഡിലത്തെ ഓക്സിജന് 8 എണ്ണമായിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലത്തെ ഓക്സിജന് 8 എണ്ണം തന്നെയായിട്ട് എണ്ണിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഷെയറിങ്ങിൻ്റെ പ്രത്യേകത. അതായത് ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് 2 പേർക്കും എണ്ണിയെടുക്കാനായിട്ട് പറ്റും. 2 പേർക്കും അത് ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ലീഡ് ടു ബോത്ത് ആറ്റം അറ്റൈനിങ് ദ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇവർ 2 പേരും ഇങ്ങനെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് അവർ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു.
ബിഫോർ ഗോയിങ് ഇൻ ടു ദ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ലെറ്റ് us ലുക്ക് സം എക്സാമ്പിൾസ്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കാണാനാണ് പോകുന്നത്. ഇപ്പം ഹൈഡ്രജനെ സംബന്ധിച്ച് ഹൈഡ്രജൻ്റെ കയ്യിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. കേശലിൽ ഒരാളേ ഉള്ളൂ കേട്ടോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആൾക്ക് ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണല്ലോ അറ്റൈൻ ചെയ്യേണ്ടത്. അതായത് 2 എണ്ണമായി മാറണം. കേശലിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോണാണ്. സോ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ കൂടി ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ എടുക്കുന്നു, ഇലക്ട്രോൺ എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജനും കിട്ടും, അതുപോലെ ഈ ഹൈഡ്രജനും കിട്ടും. ഇപ്പോൾ നോക്കിയേ, റൈറ്റ് സൈഡിലുള്ള ഹൈഡ്രജന് 2 ഇലക്ട്രോൺ, ഈ രണ്ട് ഇലക്ട്രോണും കിട്ടുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഹൈഡ്രജനും ഈ 2 ഇലക്ട്രോൺ കിട്ടുന്നു. അതായത് 2 പേർക്കും ഓരോ ഇലക്ട്രോൺസ് വീതമാണ് അവരുണ്ടായിരുന്നത്. അതിനവർ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? 2 പേർക്കും 2 ഇലക്ട്രോൺ വീതം കിട്ടി. അതായത് അവരുടെ ആ സമയത്ത് കേശലിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 2 എണ്ണമാണ്. അവർക്ക് ആ 2 എണ്ണം കിട്ടുകയും ചെയ്തു. ഇതാണ് ഷെയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതിൻ്റെ പടവും തന്നിട്ടുണ്ട് നമുക്ക് ഹൈഡ്രജൻ്റെ. കണ്ട, അപ്പോൾ 2 ഇലക്ട്രോൺ ചേർന്നിട്ടാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് കേട്ടോ. അതാണ് H സിംഗിൾ ബോണ്ട് H ഫോം ചെയ്തത്. അതേസമയം 2 ഇലക്ട്രോൺ വീതമാണ് ഇത് ഇവിടെ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്തത് ഓക്സിജൻ തമ്മിൽ. നൈട്രജൻ ആണെങ്കിലോ ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. ദ ആറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. വാട്ട് വുഡ് ബി ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അപ്പോൾ നമുക്ക് ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടിട്ട് വരാം. ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ക്ലോറിൻ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ട്. അവരെന്ത് ചെയ്തേക്കാണ്? ഓരോ ഇലക്ട്രോൺ വീതം, അതായത് ലെഫ്റ്റ് സൈഡിലത്തെ ആൾ 1 ഇലക്ട്രോണും റൈറ്റ് സൈഡിലത്തെ ആൾ 1 ഇലക്ട്രോണും ചേർന്നിട്ടാണ് ഇവർ ഷെയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അതായത് ക്ലോറിൻ സിംഗിൾ ബോണ്ട് ക്ലോറിൻ, ഇതാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിജൻ്റെ കേസാണ്. ഇൻ ദ കേസ് ഓഫ് oxygen, we see the formation of double bond between 2 oxygen atoms. This is because an atom of oxygen has 6 electrons in its L shell. അതായത് ഓക്സിജൻ്റെ പ്രത്യേകത എന്താണ്? അതിന് L ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് നിൽക്കുന്നത്. അതായത് K ഷെല്ലും L ഷെല്ലും ഉണ്ട്. ആറ്റോമിക് നമ്പർ 8 ആണ്. അതുകൊണ്ടാണ് 2, 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ K ഷെല്ലിൽ 2ഉം L ഷെല്ലിൽ 6 എണ്ണാണുള്ളത്. അപ്പോൾ L ഷെല്ലിൽ 6 ഇലക്ട്രോൺ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 എണ്ണാണുള്ളത്. അപ്പോൾ ആൾക്കിന് ആവശ്യം എത്ര എണ്ണമാണ്? 2 എണ്ണം കൂടി ആവശ്യമുള്ളൂ, 8 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. L ഷെല്ലിൽ 8 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 2 ഇലക്ട്രോൺ കൂടി ആവശ്യമുള്ളൂ. എന്നാലാണ് 6 + 2 8 എണ്ണാവുക. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യണം കേട്ടോ. ആൻഡ് ഇറ്റ് റിക്വയർ 2 more electron to complete its octet. So each atom of oxygen share 2 electron with another atom of oxygen give us a structure shown. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതാണ് ഓക്സിജൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്തേക്കണത്. ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. 2 ഇലക്ട്രോണാണ് ആവശ്യം. അതുകൊണ്ടാണ് 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്ത് വന്നപ്പോൾ 2 എണ്ണം അയക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? 2 ബോണ്ട് ഫോം ചെയ്തു. അതാണ് ഓക്സിജൻ ഡബിൾ ബോണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ടിൻ്റെ എക്സാമ്പിൾ കണ്ടു, ഡബിൾ ബോണ്ടിൻ്റെ എക്സാമ്പിൾ കണ്ടു. അടുത്തത് നമ്മൾ നോക്കണത് വാട്ടറിൻ്റെ കാര്യമാണ് കേട്ടോ. ഞാൻ അടുത്തത് ക്യാൻ യു now depict the molecule of water showing the nature of bonding between 1 oxygen atom and 2 hydrogen atom. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ഇതുപോലെ തന്നെ നോക്കാം. വാട്ടറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈഡ്രജൻ്റെ 2 ഹൈഡ്രജനും 1 ഓക്സിജനാണുള്ളത്. അപ്പോൾ ഓക്സിജൻ്റെ ആണ് നമ്മൾ ഡോട്ട് വെച്ച് ഡിനോട്ട് ചെയ്തേക്കണം കേട്ടോ. ഡോട്ട് വെച്ച് ഡിനോട്ട് ചെയ്തേക്കണത്. ഹൈഡ്രജൻ്റെ ആണ് പ്ലസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത് വെച്ചേക്കണത്, ഇൻറ്റു പോലെ. എന്നിട്ട് എന്ത് ചെയ്തേക്കാണ്? ഇവർ രണ്ടുപേരും ഇലക്ട്രോൺസ് ഷെയർ ചെയ്തേക്കാണ്. ഹൈഡ്രജന് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടി ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ ഒരാളുമായിട്ട് എന്ത് ചെയ്തേക്കണത്? ഇവിടെ ബോണ്ട് ഫോം ചെയ്തേക്കണത്. ഇവിടെയും ബോണ്ട് ഫോം ചെയ്തേക്കണം. അതായത് ഓക്സിജനിൽ നിന്ന് ഹൈഡ്രജനിലേക്ക് 2 ഹൈഡ്രജനിലേക്ക് ബോണ്ട് ഫോം ചെയ്തേക്കാണ്. അപ്പോൾ സിംഗിൾ ബോണ്ട് കണ്ടു, ഡബിൾ ബോണ്ട് കണ്ടു. ഇനി നമ്മൾ നൈട്രജനെ കുറിച്ച് ചിന്തിക്കാൻ പോവാണ് കേട്ടോ. ആറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 7 ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 5 ആയിരിക്കും. അപ്പോൾ നൈട്രജന് ഇനി എത്ര ഇലക്ട്രോൺസ് കൂടി വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ? 3 എണ്ണം കൂടി വേണം. അതുകൊണ്ട് തന്നെ നൈട്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യണത് 3 ഇലക്ട്രോണായിരിക്കും. അതിൻ്റെ പിക്ചർ ഇവിടെ ഉണ്ട്. നൈട്രജൻ 3 ഇലക്ട്രോൺസാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ആൾക്ക് 3 എണ്ണം കൂടിയാണ് ആവശ്യം ഇനി. അതുകൊണ്ട് നൈട്രജൻ തമ്മിൽ ഫോം ചെയ്യുന്നത് ട്രിപ്പിൾ ബോണ്ടായിരിക്കും. അപ്പോൾ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനും എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടു.
അടുത്തത് എ മോളിക്യൂൾ ഓഫ് അമോണിയം ഹാസ് ദ ഫോർമുല NH3. അപ്പോൾ നമുക്ക് NH3യുടെ ഒരു ഡോട്ട് സ്ട്രക്ചർ, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് നോക്കാം. ഇതാണ് അമോണിയത്തിന് 5 ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് അമോണിയത്തിൽ നൈട്രജന് 5 ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഹൈഡ്രജൻ്റെ ഓരോന്നാണ്. അതിൽ നൈട്രജൻ്റെ ഇൻഡു വെച്ച് നമ്മൾ ഈ ക്രോസ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് റിപ്രസെൻറ്റ് ചെയ്തേക്കണം ഇലക്ട്രോൺസിനെ. അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഡോട്ടായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കണം. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജന് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. നൈട്രജന് ഹൈഡ്രജനിലേക്ക് ഓരോ ബോണ്ടുകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ മീതെയിൻ. നമ്മളിനി മീതെയിനിലേക്ക് നോക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മീതെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CH4 ആണ്. മീതെയിൻ എന്ന് പറയുന്നത് ഒരു കാർബൺ കോമ്പൗണ്ടാണ്. മീതെയിൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് ദ ഫ്യൂവൽ ആൻഡ് ഇറ്റ്സ് എ മേജർ കമ്പോണൻറ്റ് ഓഫ് ബയോഗ്യാസ്. അപ്പോൾ മീതെയിൻ്റെ യൂസാണ് പറയുന്നത്, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ബയോഗ്യാസിലെ മേജർ കമ്പോണൻ്റ് ആണ് കേട്ടോ. ആൻഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ CNGയിൽ മെയിൻ കമ്പോണൻ്റ് ആണ് മീതെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മീതെയിൻ്റെ ഫോർമുല ഇതാണ്. നമുക്ക് മീതെയിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് മീതെയിൻ്റെ സ്ട്രക്ചർ. CH4 ആണ്. കാർബൺ 4 ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്, അതുകൊണ്ട് 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജനും. അപ്പോൾ കാർബൺ തമ്മിൽ 4 ഹൈഡ്രജനും ഇതുപോലെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മീതെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സച്ച് ബോണ്ട്സ് വിച്ച് ആർ ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് പെയർ ബിറ്റ്വീൻ 2 ആറ്റം ആർ നോൺ ആസ് കോവാലൻ്റ് ബോണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ട് ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറയുന്നതാണ് കോവാലൻ്റ് ബോണ്ടുകൾ. ആ ബോണ്ടുകൾ നമ്മൾ പറയുന്നതാണ് കോവാലൻ്റ് ബോണ്ട്. കോവാലൻ്റ്ലി ബോണ്ടഡ് മോളിക്യൂൾ ആർ സീൻ ടു ഹാവ് സ്ട്രോങ് ബോണ്ട് വിത്തിൻ ദ മോളിക്യൂൾ ബട്ട് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് സ്മോൾ. അവർക്ക് സ്ട്രോങ് ബോണ്ട് ഉണ്ട്, പക്ഷേ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വന്നിട്ട് സ്മോൾ ആയിരിക്കും കേട്ടോ. ദിസ് ഗീവ് റൈസ് ടു ദ ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കോവാലൻ്റ് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത അവർക്ക് ലോ മെൽറ്റിംഗ് പോയിൻറ്റും ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. സിൻസ് ദ ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് നോ ചാർജ്ഡ് പാർട്ടിക്കിൾ ആർ ഫോംഡ്, സച്ച് കോവാലൻ്റ് കോമ്പൗണ്ട്സ് ആർ ജനറലി പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അവർ ഇലക്ട്രിസിറ്റിയും കാര്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസ് അവിടെ അവർ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഒന്നും എക്സ്ട്രാ ഇല്ല. നോർ ചാർജഡ് പാർട്ടിക്കിൾസ് ആർ ഫോംഡ്. അവിടെ ചാർജഡ് പാർട്ടിക്കിൾസ് ഒന്നും ഫോം ചെയ്യാത്തത് മൂലം ഇവരെന്ത് ചെയ്യുന്നു? കോവാലൻ്റ് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടി ഒരെണ്ണം ലോ മെൽറ്റിംഗ് പോയിൻറ്റും ലോ ബോയിലിംഗ് പോയിൻ്റാണ്. പിന്നെ അവർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും ആയിരിക്കും കേട്ടോ.